Welcome to NRI World. അനധികൃത കുടിയേറ്റവും കുറ്റകൃത്യങ്ങളും ചെറുക്കുന്നതിനായി അതിർത്തികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ജർമ്മനി. 30,000 പേരെയാണ് ആദ്യ ദിനം തിരിച്ചയച്ചത്. ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, ലക്സംബർഗ്, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിലാണ് കർശന പരിശോധന നടത്തുന്നത്. അടുത്ത 6 മാസത്തേക്ക് പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നീട്ടാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നടക്കുന്ന പരിശോധനകൾ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ഇടതു പാർട്ടി അഭിപ്രായപ്പെടുന്നുമുണ്ട്. ജർമ്മനിയിലെ സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് പാർട്ടിയുടെ നേതാവ് പുതിയ അതിർത്തി നിയന്ത്രണങ്ങൾക്കും മൈഗ്രേഷൻ നയത്തിനും ഫെഡറൽ ഗവൺമെന്റിനെ നിശിതമായി വിമർശിച്ചു. അതിർത്തി നിയന്ത്രണങ്ങൾ പ്രശ്നം പരിഹരിക്കുകയല്ല, പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക മാത്രമാണ് എന്നാണ് വിമർശനം. കുടിയേറ്റം സംബന്ധിച്ച് തീവ്ര വലതുപക്ഷ ബദൽ ജർമ്മനിയുടെ നയങ്ങളാണ് ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സർക്കാർ പിന്തുടരുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അതിർത്തി നിയന്ത്രണം പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിവസം തന്നെ അഭയാർത്ഥികളെന്നു സംശയിക്കുന്ന ഏതാണ്ട് 30,000-ത്തിലധികം പേരെ തിരിച്ചയച്ചു. വരും ദിവസങ്ങളിൽ അതിർത്തികളിലെത്തുന്ന കൂടുതൽ പേരെ തിരിച്ചയക്കുമെന്നാണ് പ്രതീക്ഷ. ഇനി മുതൽ സർക്കാർ ജീവനക്കാർക്കും പ്രൊബേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ് UAE. സ്വദേശികൾക്കും പ്രവാസികൾക്കും ഈ നിബന്ധന ബാധകമാണ്. അണ്ടർ സെക്രട്ടറി, ഡയറക്ടർ ജനറൽ റാങ്കിൽ നിയമിതരാകുന്നവരൊഴികെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും പ്രൊബേഷൻ നിർബന്ധിതമാണ്. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഏകീകൃത തൊഴിൽ കരാർ പ്രകാരമാണ് പ്രൊബേഷൻ കാലയളവ് നിശ്ചയിച്ചിരിക്കുന്നത്. 6 മാസമാണ് പ്രൊബേഷൻ കാലയളവ്. പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ തുല്യ കാലയളവിലേക്ക് നീട്ടാനും സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ കരാർ പ്രകാരം തൊഴിലുടമയും ജീവനക്കാരനും തമ്മിൽ ധാരണയായി അനുയോജ്യമായ ജോലി സമയം തിരഞ്ഞെടുക്കാനും അനുമതിയുണ്ട്. ജോലിയുടെ സ്വഭാവം, അനുയോജ്യമായ സമയം, തൊഴിൽ കരാർ ദൈർഘ്യം എന്നിവ വിശദമാക്കുന്നതാണ് ഏകീകൃത തൊഴിൽ കരാർ. 3 വർഷമാണ് കരാർ കാലാവധി. തൊഴിലുടമയുടെ താൽപര്യമനുസരിച്ച് കരാർ പുതുക്കാനുമാവും. ഇന്ത്യയിൽ നിന്നുള്ള വർക്ക് ഹോളിഡേ വിസ അപേക്ഷകർക്കായി വിസ ബാലറ്റ് സംവിധാനം അവതരിപ്പിക്കുകയാണ് ഓസ്ട്രേലിയ. അവധിക്കാലം ആഘോഷിക്കുന്നതിനൊപ്പം തൊഴിൽ ചെയ്ത് വരുമാനം നേടാനും ഈ സംവിധാനം വഴി സഹായകമാകും. ചൈന, വിയറ്റ്നാം, ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള വർക്ക് ആൻഡ് ഹോളിഡേ വിസ അപേക്ഷകർക്കായി ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒരു പുതിയ വിസ പ്രീ അപേക്ഷാ സംവിധാനം പ്രഖ്യാപിച്ചു. ബാലറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സംവിധാനം നിശ്ചിത വ്യവസ്ഥകളോടെയുള്ള ഇലക്ട്രോണിക് റാൻഡം സെലക്ഷൻ നടപ്പിലാക്കും. ഡിമാൻഡ് കൂടുന്ന സാഹചര്യത്തിൽ അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ന്യായവും ലളിതവും സുതാര്യവുമായ ഒരു രീതി സൃഷ്ടിക്കുകയാണ് ഈ സംവിധാനം ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വർക്ക് ആൻഡ് ഹോളിഡേ വിസയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഓസ്ട്രേലിയയിൽ അവധിക്കാലം ആഘോഷിക്കുന്നതിനൊപ്പം ജോലി ചെയ്യാനും അവസരമുണ്ടാകും. തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യങ്ങളിലുള്ളവർക്ക് മാത്രമാണ് ഈ സൗകര്യം അനുവദിക്കുന്നത്. നിലവിലെ വിസ ഉടമകൾക്കോ ചൈന, വിയറ്റ്നാം അല്ലെങ്കിൽ ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇതിനകം വർക്ക് ആൻഡ് ഹോളിഡേ വിസ അനുവദിച്ചിട്ടുള്ളവർക്കും IMMI അക്കൗണ്ട് വഴി ഓൺലൈനായി 2ാമത്തെയോ 3ാമത്തെയോ വിസയ്ക്ക് അപേക്ഷിക്കുന്നത് തുടരാം. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്ക് നിലവിലുള്ള ക്രമീകരണങ്ങൾ മാറ്റമില്ലാതെ തുടരും. ഓസ്ട്രേലിയ ഇന്ത്യ സാമ്പത്തിക സഹകരണ വ്യാപാര കരാർ പ്രകാരം ഓരോ വർഷവും 1000 ഇന്ത്യൻ പൗരന്മാർക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട്. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് 1 വർഷത്തേക്ക് ഓസ്ട്രേലിയ സന്ദർശിക്കാം. അവരുടെ താമസ സമയത്ത് ഹ്രസ്വകാല ജോലിയിലും പഠനത്തിലും ഏർപ്പെടാം. കാനഡയിലേക്കുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇനി അത്ര എളുപ്പമാകില്ല. വിദേശ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്റ്റഡി പെർമിറ്റിന്റെ എണ്ണം വെട്ടിക്കുറയ്ക്കുകയാണ് കാനഡ. കാനഡയിലെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം കുറയ്ക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ.
വർക്ക് പെർമിറ്റിന്റെ എണ്ണവും കാനഡ കുറയ്ക്കും. 2025 ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് കനേഡിയൻ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുകയാണ് ഈ വിഷയം. 2025 വിദേശ സ്റ്റഡി പെർമിറ്റ് 4,37,000 കുറയ്ക്കാനാണ് കാനഡ ഒരുങ്ങുന്നത്. 2023 5,09,390 പെർമിറ്റുകൾ നൽകിയിരുന്നു. എമിഗ്രേഷൻ വകുപ്പിലെ വിവരങ്ങൾ പ്രകാരം 2024 ഇതുവരെ 1,75,920 പെർമിറ്റുകളാണ് നൽകിയിട്ടുള്ളത്. പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള ലിബറൽ ഗവൺമെന്റ് അഭിപ്രായ സർവേകളിൽ പിന്നോക്കം പോയതും അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുമാണ് കാനഡയെ ഈ തീരുമാനത്തിലെത്തിച്ചത്. മുൻപ് മറ്റ് പല രാജ്യങ്ങളും വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയിരുന്നു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ അസിസ്റ്റന്റായ ബുഷ്ര അവതരിപ്പിച്ചിരിക്കുകയാണ് സൗദി ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിൽ. ഉപഭോക്താക്കൾക്ക് 24 മണിക്കൂറും ഇതുവഴി സേവനം ലഭ്യമാകും. ഉപഭോക്താക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിലുമായി ബുഷ്റയിലൂടെ സംവദിക്കാം. സൗദി ഹെൽത്ത് ഇൻഷുറൻസ് കൗൺസിലിന്റെ വെബ്സൈറ്റ്, ആപ്പ്, വാട്സാപ്പ് എന്നിവയിലൂടെ ഇന്ററാക്റ്റീവ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭ്യമാകും. ഉയർന്ന നിലവാരവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിലൂടെ ഉപഭോക്താക്കൾക്ക് എല്ലാ സേവനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാകുന്നതിനാണ് ആരോഗ്യ ഇൻഷുറൻസ് കൗൺസിൽ ലക്ഷ്യമിടുന്നത്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനും കൗൺസിൽ മികവ് പുലർത്തുന്നുണ്ട്. വ്യാവസായിക വളർച്ചയിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഒമാൻ. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകളിലാണ് ആഭ്യന്തര ഉൽപാദന വളർച്ചയിലുണ്ടായ നേട്ടം വ്യക്തമാക്കുന്നത്. ഈ വർഷം ആദ്യപാദത്തിൽ ഒമാന്റെ വ്യാവസായിക മേഖല 9.2% വളർച്ച കൈവരിച്ചു. ഉൽപാദന മൂല്യം 871 മില്യൺ റിയാലിൽ നിന്ന് 951 മില്യണായി ഉയർന്നതായും ഇത് ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്കിൽ 10% സംഭാവന ചെയ്യുന്നതായും കണക്കിൽ പറയുന്നു. രാസവ്യവസായ മേഖലയിൽ 317.8 മില്യണിൽ നിന്ന് 338.2 മില്യൺ റിയാൽ എന്ന നിലയിൽ 6.4% വളർച്ച കൈവരിച്ചു. മറ്റു നിർമ്മാണ വ്യവസായങ്ങൾ 513.1 മില്യൺ റിയാലിൽ നിന്നും 545.2 മില്യണിലേക്ക് 6.3% വളർച്ച നേടിയതായും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആഗോള ശരാശരിയേക്കാൾ ഏറെ മുന്നിലാണ് ഒമാന്റെ വ്യാവസായിക വളർച്ചയെന്നും റിപ്പോർട്ട് പറയുന്നു. ദുബായ് റിസർച്ച് ഡെവലപ്മെന്റ് ഇന്നൊവേഷൻ എന്ന വമ്പൻ സംരംഭത്തിന് അംഗീകാരമായി. ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് അംഗീകാരം നൽകിയത്. 2022 സെപ്റ്റംബറിൽ ആരംഭിച്ച ദുബായ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായ പദ്ധതിയാണിത്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള മേഖലകളിലെ ഗവേഷണ ധനസഹായം വർദ്ധിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് സിസ്റ്റങ്ങൾ എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് കോഗ്നിറ്റീവ് സിറ്റികൾ, ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസസ് എന്നീ 2 പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 20 ഗവേഷണ പദ്ധതികളെ ഈ സംരംഭം പിന്തുണയ്ക്കും. ഗവേഷണ വിഷയങ്ങളിൽ സ്മാർട്ട് മൊബിലിറ്റി, പ്രിസിഷൻ മെഡിസിൻ, ഫിൻടെക് പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകളും ഉൾപ്പെടുന്നു. ആഗോള ശാസ്ത്ര ഗവേഷണത്തിന്റെ ഒരു പ്രമുഖ കേന്ദ്രമായി ദുബായിയെ സ്ഥാപിക്കുന്നതിലും പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിലും എമിറേറ്റിന്റെ ഭാവി സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിലും ഈ സംരംഭത്തിന്റെ പങ്ക് ഷെയ്ഖ് ഹംദാൻ ഊന്നി പറഞ്ഞു. ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷനാണ് സംരംഭത്തിന്റെ മേൽനോട്ടം വഹിക്കുക. വിജയകരമായ പദ്ധതി നിർവഹണം ഉറപ്പാക്കുന്നതിന് പ്രാദേശിക, അന്തർദേശീയ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കും. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. കുവൈത്തിൽ വാഹന വിൽപ്പനയ്ക്കുള്ള പണം ഇടപാടുകൾ ഇനി മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രമേ അനുവദിക്കൂ. ഒക്ടോബർ 1 മുതലാണ് പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത്.
ലുലു ഗ്രൂപ്പ് പുതിയ ഹൈപ്പർ മാർക്കറ്റ് ഒമാനിൽ ആരംഭിച്ചു. അൽ മുഥൈബിയിലാണ് രാജ്യത്തെ 31ാമത് ഹൈപ്പർ മാർക്കറ്റ് തുറന്നത്. 40,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഹൈപ്പർ മാർക്കറ്റിൽ ഗ്രോസറി, പഴം, പച്ചക്കറി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണി ഒരുക്കിയിട്ടുണ്ട്. റിയാദ് ലൈറ്റ് ഫെസ്റ്റിവൽ നവംബർ 28 മുതൽ ഡിസംബർ 14 വരെ റിയാദിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സൗദി വിഷൻ 2030 പരിപാടികളുടെ ഭാഗമായി കലകളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന 60-ലധികം കലാസൃഷ്ടികൾ അരങ്ങേറും. അബുദാബിയിൽ ടാക്സി ബുക്കിംഗിന് യാങ്കോ ആപ്പ് അവതരിപ്പിച്ചു. പ്രമുഖ ടെക് സ്ഥാപനമായ യാങ്കോയുമായി ചേർന്ന് അബുദാബി മൊബിലിറ്റിയാണ് ആപ്പ് പുറത്തിറക്കിയത്. iOS-ലും ആൻഡ്രോയിഡിലും ആപ്പ് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ബഹ്റിൻ ഇന്റർനാഷണൽ എയർ ഷോ നവംബർ 13 മുതൽ 15 വരെ സാഖിർ എയർബേസിൽ നടക്കും. വ്യോമയാന രംഗത്തെ പ്രമുഖർ എയർ ഷോയിൽ പങ്കെടുക്കും. പൊതുജനങ്ങൾക്കുള്ള ടിക്കറ്റുകൾ 10 ദിനാർ നിരക്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ലഭിക്കും. സഞ്ചാരികളെ ത്രില്ലടിപ്പിക്കാൻ പിശാചിന്റെ കോട്ട. ഒമാന്റെ ദേശീയ വിഭവമായ ഷുവ 24 മണിക്കൂറിലധികം പാചകം ചെയ്യുന്ന സവിശേഷ ഇറച്ചി വിഭവം. ഇതോടെ NRI വേൾഡ് സമാപിക്കുന്നു. നമസ്കാരം.